ഹായ് ഓൾ. ഈവനിങ് വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാനുള്ള പൊരിക്കടികൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഫ്രിഡ്ജിൽ മുട്ട ഇരിപ്പുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞ് വൃത്തിയാക്കി അത് പാതിയാക്കി മുറിക്കുക. ശേഷം അതിൻ്റെ ഉണ്ണിയും വെള്ളയും വേർതിരിച്ച് വെക്കാം. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ അത് കൊത്തി അരിഞ്ഞതോ ഇട്ടിട്ട് അങ്ങ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ മുട്ടയുടെ ഉണ്ണി വേർതിരിച്ചെടുത്തതുണ്ടല്ലോ, ആ ഉണ്ണി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം അത് ഒരു ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിക്കുകയാണ് വേണ്ടത്. സോ മാവിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയും ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഓവർ തിക്നെസ് വേണ്ട, എന്നാൽ നമുക്കത് മുക്കി പൊരിക്കാനുള്ള ഒരു ടൈപ്പ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ട് അതിൽ മുക്കി പൊരിച്ച് എടുക്കാം. എണ്ണയിലേക്ക് ഇടുന്നവരെല്ലാം സ്മൂത്തായിരുന്നു. എന്നാൽ എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊന്നാകെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതോടെ ഞാൻ ഫോൺ എടുത്ത് ഓടി. ഇതിൻ്റെ ഔട്ട്കം എടുക്കാനും എനിക്ക് പറ്റിയില്ല. സോ ബി കെയർഫുൾ. നമ്മൾ മുട്ട മാവിൽ മുക്കുമ്പോൾ അതെല്ലാം കവർ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ.